ശരത്ചന്ദ്രൻ, ഇവിടെ ഒരു മാധ്യമ വിശകലനത്തിൻ്റെ ഇടപെടൽ കൂടി സാധ്യമാവുകയാണ്. കാരണം ഇത്രയേറെ അച്ചടക്കത്തോടുകൂടി ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൽ കൃത്യമായി 3-3.5 വർഷങ്ങൾക്കകം ഇങ്ങനെ ഒരു സ്വയം തിരുത്തലിൻ്റെയും സംഘടനാ സംബന്ധിയും പ്രവർത്തന സംബന്ധിയുമായ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പാർട്ടി കോൺഗ്രസ് CPI മാതൃകയാണ്. ഒരു ദേശീയ അധ്യക്ഷനെ പോലും ഭരിക്കുന്ന പാർട്ടിക്ക് തിരഞ്ഞെടുക്കാനാകുന്നില്ല, അതിൻ്റെ സമയം കഴിഞ്ഞിട്ട്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് പുനഃസംഘടന താഴെത്തട്ടിൽ പോലും നടത്താനാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലാണ് ഇത്രയേറെ കൃത്യമായും അച്ചടക്കത്തോടു കൂടിയും അവരുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത്, സ്വയം വിമർശനം നടത്തുന്നത്, തിരുത്തുന്നത്. ഈ മഹാപ്രക്രിയകൾക്കിടയിൽ ഇപ്പോൾ ശരത് സൂചിപ്പിച്ചതുപോലെ വളരെ ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന കാര്യങ്ങളെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ഇപ്പോഴും ഉത്സുകത കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ പാർട്ടി കോൺഗ്രസിനെ ഭയപ്പെട്ട് വ്യാജ കേസുകൾ ചുമയ്ക്കുന്നത്, അതേ മാതൃകയിൽ ഭൂരിപക്ഷ മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ കൂടി ശരത്ചന്ദ്രൻ. തീർച്ചയായും CPIM 24-ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 84 അംഗ കേന്ദ്ര കമ്മിറ്റിയെ അല്പസമയത്തിനകം കേന്ദ്ര കമ്മിറ്റിക്ക് അംഗീകാരം നൽകും. പുതിയ നേതൃത്വം ആര് എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് രാജ്യത്ത് മാറുന്നത്. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു, പുതിയ ജനറൽ സെക്രട്ടറി എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ വലിയ സന്ദേശം, സമകാലിക രാഷ്ട്രീയത്തിൽ പ്രസക്തമാകുന്ന വലിയ സന്ദേശം, പാർശ്വവൽകൃത ജനതയെ അടക്കം അധ്വാനിക്കുന്നവനടക്കമുള്ളവരുടെ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം നൽകുന്നു എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസ്, മധുര പാർട്ടി കോൺഗ്രസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യതിരിക്തമാകുന്നതും മുമ്പോട്ട് പോകുന്നതും. ശരത്ചന്ദ്രൻ, തീർച്ചയായും 24 കേൾക്കാം. തീർച്ചയായും, അതായത് ഈ ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് ഈ ഒരു മാധ്യമ വിശകലനം കൂടി സാധ്യമാകുന്ന ഒരു ഇടം തുറക്കുകയാണ്. കാരണം ഇത്രയേറെ അരക്കിട്ട യന്ത്രം പോലെ, അച്ചിട്ട യന്ത്രം പോലെ ലെനിനിസ്റ്റ് സംഘടനാ ബോധത്തിൽ രൂപപ്പെടുന്ന പാർട്ടി കോൺഗ്രസ് ഒരു ദേശീയ അധ്യക്ഷനെ പോലും തിരഞ്ഞെടുക്കാനാകുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക്. അതുപോലെ തന്നെ അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ഒരു പുനഃസംഘടന താഴെത്തട്ടിൽ നടത്താനാകുന്നില്ല ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് കൃത്യമായി 3-3.5 വർഷത്തിനുള്ളിൽ അവരുടെ സംഘടനാപരമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നത് പാർട്ടി കോൺഗ്രസിലൂടെ. അതാണ് യഥാർത്ഥത്തിൽ മാതൃകാപരം എന്നുള്ളത്. പക്ഷേ അവിടെ നടക്കുന്ന പ്രക്രിയകളെപ്പോലും, ജനാധിപത്യ പ്രക്രിയകളെപ്പോലും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കാനാണ് ഭൂരിപക്ഷ മാധ്യമങ്ങളെ ശ്രമിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ ഒരു മാധ്യമ വിശകലനം കൂടി സാധ്യമാകുന്നുണ്ട് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ കൂടി. ശരത്ചന്ദ്രൻ. അതെ, അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികച്ചും പാർട്ടിയുടെ CPIM-ൻ്റെ പാർട്ടി ഭരണഘടന അനുസരിച്ച് സംഘടനാ തലത്തിൽ താഴെ ബ്രാഞ്ച് തലം മുതൽ ഉള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ബ്രാഞ്ചിൽ മാത്രമാണ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ല. കാരണം ബ്രാഞ്ച് അംഗങ്ങളാണ് സമ്മേളനത്തിലേക്ക് വരുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറത്തേക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ല. തുടർന്ന് ലോക്കൽ സമ്മേളനം മുതൽ മുകളിലേക്ക് നോക്കിയാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. അത് തുടർന്ന് അങ്ങോട്ട് ഏരിയ സമ്മേളനത്തിലായാലും ജില്ലാ സമ്മേളനത്തിലായാലും സംസ്ഥാന സമ്മേളനത്തിലായാലും എല്ലാം ആ വിധത്തിലാണ് പോകുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് പാർട്ടി കോൺഗ്രസിലേക്ക് വരുമ്പോഴും പാർട്ടിയെ നയിക്കുന്ന കേന്ദ്ര കമ്മിറ്റി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പിരിഞ്ഞു പോകുന്ന കമ്മിറ്റിയുടെ അവകാശവും നിർദ്ദേശവും എന്ന നിലയ്ക്ക് ഒരു പാനൽ അവതരിപ്പിക്കും. സ്വാഭാവികമായും പാർട്ടി ഭരണഘടന അനുസരിച്ച് തന്നെ അതിൽ പ്രതിനിധികൾക്കും പ്രതിനിധികളല്ലാത്തവർക്കും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അല്ലാത്തവരും മത്സരിച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ അതാത് ഘടകങ്ങളിലേക്ക് വന്ന മുൻ അനുഭവങ്ങളൊക്കെയുണ്ട്. എന്നതുപോലെ തന്നെ ഇത്തവണ
ഇത്തവണ ഈ നിലയിൽ ഒരു പാനൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളാണ് മത്സരിക്കാനുള്ള മത്സര രംഗത്തേക്ക് വന്നത്. സ്വാഭാവികമായും അത് വോട്ടെടുപ്പിലേക്ക് പോയി. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കരുത്തും സവിശേഷതയുമാണ് ആ ചൂണ്ടിക്കാട്ടിയത്. പാർട്ടിയിലെ ആ അവകാശം പാർട്ടി അംഗം എന്ന നിലയിൽ, ഇതിലെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ അതിൽ സി പി എമ്മിനകത്ത് ഇത്തരം തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോഴേക്ക് അതേതോ വലിയ അപരാധമെന്ന മട്ടിലേക്ക് വലിയ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണ് എന്ന നിലയിലേക്ക് അതിനെ ചിത്രീകരിക്കാനുള്ള വളരെ സ്വാഭാവികമായ ഒരു പ്രവണതയുണ്ടാകും. അതും ബി എൽ കാരാട് എന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള CPIM നേതാവ്, പാർട്ടി കോൺഗ്രസ് പ്രതിനിധി, അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് പോയി വോട്ടെണ്ണി അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടി എന്നതുപോലും അദ്ദേഹം അറിയാൻ കാത്തു നിൽക്കാതെ 84-അംഗ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുക്കും മുമ്പ് തന്നെ അദ്ദേഹത്തിന് മുൻപ് നിശ്ചയിച്ച പ്രകാരം പോകേണ്ടതുകൊണ്ട് ഇറങ്ങിയതാണ്. അദ്ദേഹം അവിടെ സംസാരിച്ചതൊക്കെയും CPIM-ൻ്റെ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം മത്സരരംഗത്തേക്ക് വന്ന ഒരാളെന്നുള്ള തികഞ്ഞ ബോധ്യം. അപ്പോഴും ആരോടെങ്കിലുമുള്ള എതിർപ്പിനെ തുടർന്നാണോ, ചില പ്രത്യേക പേരുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് ആ നിലയിലുള്ള നേതാക്കളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ, ആ എതിർപ്പിനെ തുടർന്നാണോ മത്സരം എന്നൊക്കെയുള്ള പല തരത്തിൽ വളഞ്ഞിട്ട ചോദ്യങ്ങളൊക്കെ വലിയ കാര്യമായി തന്നെ പലരുടെ ഭാഗത്തു നിന്നും വന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് പാർട്ടിക്കകത്ത് മത്സരിക്കാനുള്ള ഒരു അവകാശം എന്ന നിലയ്ക്ക് അത് ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും കാണണ്ട, പാർട്ടി അച്ചടക്കത്തിൽ നിന്ന്. ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനവും മറുപടിയും വന്നത്. അതുകൊണ്ടൊരു വോട്ടെടുപ്പ് അവിടെ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായും മറ്റു ഒരു പാർട്ടിക്കും കാണാനാകാത്ത വിധം വളരെ കൃത്യമായി സംഘടനാ സമ്മേളനങ്ങൾ നടത്തുക, അതിനകത്തെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാനുള്ള അവകാശത്തെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുന്നില്ല, ആ അവകാശം വിനിയോഗിക്കാനുള്ള അവകാശമുണ്ട് എന്നതടക്കമുള്ള ജനാധിപത്യപരമായ CPIM സംഘടനാ സമ്മേളനത്തിന് ജനാധിപത്യപരമായ അവകാശങ്ങൾ വിനിയോഗിക്കപ്പെട്ടതിൻ്റെ ഒരു വോട്ടെടുപ്പ് അനുഭവം കൂടിയാണ് കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വാർത്തയായി വന്നിട്ടുള്ളത് എന്നതാണ്. അത് വളരെ കൃത്യമായി വളരെ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ചു എന്നതുകൂടിയാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയും. അതിനപ്പുറത്തേക്ക് അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനങ്ങൾ ചമയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, മാധ്യമങ്ങളിൽ അത്തരം ശ്രമങ്ങളുണ്ടാകാം, അത് വരുന്ന വാർത്തകളുടെയൊക്കെ തലങ്ങളിൽ വലുതും ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മത്സരിച്ചയാൾക്കും ആ മത്സരത്തിൽ വോട്ട് ചെയ്ത പ്രതിനിധികൾക്കും CPIM എന്ന പാർട്ടിക്കും ഒക്കെ ഈ കാര്യങ്ങളിൽ ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച്, പാർട്ടി രീതി അനുസരിച്ചുള്ള ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളിൽ നിന്നുള്ള അവകാശം വിനിയോഗിക്കൽ എന്നതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വളരെ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളോ സംഘടനാ പ്രശ്നങ്ങളോ ഒന്നും അതിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തീർച്ചയായും ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും അല്ലേ ശരത്ചന്ദ്രൻ? അതെ, വോട്ടെണ്ണിയ ശേഷം 86 പേരാണ് മത്സരം. 86 പേരിൽ നിന്ന് വേണം 84 പേരെ തിരഞ്ഞെടുക്കാൻ. അതിൽ 85-ാമത്തേത് എന്നുള്ളത് ഓപ്ഷനാണ്. അത് പിന്നീട് ആ ഒഴിവ് നികത്തും എന്ന നിലയിൽ. പക്ഷേ വോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ അതുകൂടി ഒരു ആളായി കണക്കാക്കും. അങ്ങനെ 86-ാമത്തെ പേരായി മത്സരരംഗത്തേക്ക് വന്നയാൾ. അങ്ങനെ 86-ൽ നിന്ന് 84 പേരെ തിരഞ്ഞെടുക്കും. ആ 84 പേര് മുമ്പ് ജിംഷാദ് പറഞ്ഞതുപോലെ പ്രതിനിധികൾക്ക് മുമ്പാകെ തന്നെ അവതരിപ്പിച്ച് അത് പ്രതിനിധികളുടെ അംഗീകാരം വാങ്ങി ഉടൻ അവർ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. ഇപ്പോൾ തന്നെ വിചാരിച്ചതിലും ഒരല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗം തുടർ നടപടികളിലേക്ക് പോളിറ്റ് ബ്യൂറോയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട 2 പ്രധാനപ്പെട്ട കടമകളിലേക്ക് അതിവേഗം സമ്മേളനം കടക്കും. തീർച്ചയായും ശരത്ചന്ദ്രനാണ് ഇതുവരെയുള്ള പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന പ്രക്രിയകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.